ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ദൈവസ്നേഹത്തിൽ ഇന്നത്തെ വചന പഠന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചത്. ഈ ആഴ്ച 9-ാം അധ്യായമാണ്. 8-ാം അധ്യായത്തിൽ ആ അധ്യായത്തിന്റെ ആരംഭം മുതലാണ് ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ സഭയുടെ വലിയ ഉപദ്രവകാരിയായിട്ട് തീരുകയും സഭ വലിയ ഒരു ഉപദ്രവം നേരിടുമ്പോൾ യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് അപ്പോസ്തലന്മാരൊഴികെ ബാക്കി ക്രൈസ്തവരെല്ലാം ചിതറിക്കപ്പെടുകയും ചെയ്യുകയാണ്. ചിതറിക്കപ്പെട്ടവർ അവിടെ പോയി ഭയപ്പെട്ടിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ദേശങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് ആ 8-ാം അധ്യായത്തിൽ ഭൂരിഭാഗവും ഫിലിപ്പോസ് ശമ്മാസിനെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, ശമരിയയിൽ അദ്ദേഹം നടത്തിയ സുവിശേഷ പ്രഘോഷണങ്ങളും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ദൈവാത്മാവ് നടത്തിയ അത്ഭുത പ്രവർത്തനങ്ങളും എല്ലാമാണ് കണ്ടെത്താനായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത്. പിന്നീട് എത്യോപ്യക്കാരി രാജ്ഞിയുടെ ഷണ്ഡനായ മഹാനായ അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ ഒരു എത്യോപ്യക്കാരൻ ഷണ്ഡനെ കണ്ടുമുട്ടുന്ന സാഹചര്യം, അതിനെപ്പറ്റി വളരെ സമയമെടുത്ത് നമ്മൾ ചിന്തിച്ചതാണ്. കാരണം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് വലിയ ശുശ്രൂഷകൾ മാറ്റി നിർത്തിയിട്ട് ദൈവം ആ മനുഷ്യൻ ഫിലിപ്പോസ് ശമ്മാസിനെ ഈ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് മാത്രം അയക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വേദപുസ്തകം വായിക്കുന്നവനെ, വചനം വായിക്കുന്നവനെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അവന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവന് വേണ്ടി പ്രവർത്തന നിരതനാകുന്ന ദൈവത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇന്ന് 9-ാം അധ്യായമാണ്. 9-ാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരത്തെ പറ്റിയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ശൗൽ പൗലോസായി രൂപാന്തരപ്പെടുന്നതിന്റെ ഒരു പരിപൂർണമായ വിവരണങ്ങൾ നൽകിയിട്ടുള്ള അധ്യായമാണ് 9-ാം അധ്യായം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പോൾ യെരൂശലേമിൽ ഉള്ള എല്ലായിടത്തും ഉപദ്രവമൊക്കെ കഴിഞ്ഞ് അടുത്ത സിറിയയിലെ ദമസ്കോസിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവിടെ ചെന്ന് അവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികളെയൊക്കെ വലിച്ചടച്ച് കൊണ്ടുവരികയും അവരെ ഉപദ്രവിക്കുകയും അവരെ ഈ വിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് ഒക്കെ പ്രേരിപ്പിക്കാൻ വേണ്ടി ദമസ്കോസിലേക്ക് ഈ ശൗല് അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും ചേർന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ 3-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ? അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെ കണ്ടെത്താൻ സാധിക്കും. അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിനു സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു.
ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. മതി. അതായത് ശൗല് പൗലോസായി രൂപാന്തരപ്പെടാനുള്ള കാരണം അത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം, സൂര്യനെക്കാട്ടിലും പ്രകാശമുള്ള ഒരു വെളിച്ചം അദ്ദേഹത്തിന് ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് യേശു മറുപടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ശരിക്കും ശൗല് യേശുവിനെ നേരിട്ട് ഉപദ്രവിച്ചോ? യേശുവിനെ നേരിട്ട് ഉപദ്രവിക്കുന്നില്ല, മറിച്ച് യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന സ്തേഫാനോസിന്റെ മരണത്തിന് നേതൃത്വം നൽകി അതിന്റെ മുൻപന്തിയിൽ നിന്ന മനുഷ്യൻ ശൗലായിരുന്നു. പിന്നീട് ക്രൈസ്തവരെ കൊടിയ പീഡകളിലൂടെ ആ വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി നഗരമധ്യേ വലിച്ചടച്ച വ്യക്തിയാണ് ശൗല്. അങ്ങനെ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന പരീശനായ ശൗല് അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ നിയമ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈ പുതിയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളെയും നിശിതമായിട്ട് വിമർശിക്കുകയും അവരെ കാര്യമായിട്ട് തന്നെ ഉപദ്രവിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. യേശു ഇവിടെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പൊ നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എതിരെയുള്ള ഉപദ്രവം എല്ലാം എവിടേക്കാണ്? യേശുവിലേക്കാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ അത് യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ ഉള്ള ഏതൊരു മനുഷ്യനോടും നമ്മൾ കാണിക്കുന്ന എല്ലാ അനീതികളും യേശുവിലേക്കാണ് ചെല്ലുന്നതെന്ന് ആ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഒക്കെ ആക്കി നിർത്തുന്നതിനെ പറ്റിയുള്ള യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള യേശുവിന്റെ തന്നെ വെളിപ്പെടുത്തലാണ്, പ്രവചനമാണ് 25, 24 അതെ 25. അപ്പൊ 25-ാം അധ്യായത്തിൽ വലത്ത് ഭാഗത്തേക്ക് നീതിമാന്മാരെയും ഇടത്ത് ഭാഗത്തേക്ക് ദുഷ്ടന്മാരെയും മാറ്റി നിർത്തിയിട്ട് വലത്തുള്ളവരോട് പറയുന്നുണ്ട്, ഞാൻ പട്ടിണിയായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു എന്നൊക്കെ അവരോട് പറയുമ്പോൾ യേശുവിനോട് അവർ മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നിന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ നഗ്നനായിട്ടോ പട്ടിണി കിടക്കുന്നവനായിട്ടോ രോഗിയായിട്ടോ തടവിൽ കിടക്കുന്നവനായിട്ടോ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ യേശു പറയുന്ന മറുപടി എന്താണ്? യേശു എന്താ മറുപടി? ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം ആർക്കാണ്? എനിക്കാണ്. അപ്പൊ നന്മ പ്രവർത്തികളെല്ലാം ഓരോ പാവപ്പെട്ടവർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും വേദനയിലും ദുഃഖത്തിലും നിരാശയിലും ഒക്കെ ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സഹായഹസ്തം ചെല്ലുമ്പോൾ ആ സഹായമെല്ലാം ആർക്കാകുന്നു എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്? എനിക്കാകുന്നു. അങ്ങനെ തന്നെ യേശു പറയുന്നേ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരോട് കാണിക്കുന്ന ഉപദ്രവങ്ങളൊക്കെ എവിടെ എത്തും? തീർച്ചയായിട്ടും യേശുവിന്റെ ചങ്കിന് നേരെ തന്നെ എത്തിച്ചേരും. അതായത് ചിലപ്പോ നമ്മുടെ അധികാരം ഉപയോഗിച്ചായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ ആയിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികളെ ഉപദ്രവിക്കുമ്പോൾ, അതായത് ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, അതുപോലെ പഠിക്കാൻ പണമില്ലാതെയോ അല്ലെങ്കിൽ അതുപോലെ നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു വ്യക്തി, ഏത് മേഖലയിലുള്ളതാണെങ്കിലും അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് സഹായം ചെയ്യുമ്പോൾ യേശു പറയാണ്, ഇത് എനിക്കാണ് നിങ്ങൾ ചെയ്തത്. അങ്ങനെയെങ്കിൽ അവരെ ഉപദ്രവിച്ചാലോ? തീർച്ചയായിട്ടും ആ ഉപദ്രവം എല്ലാം എവിടെ എത്തുന്നുണ്ട്?
യേശുവിന്റെ ചങ്കിന്റെ നേരെ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈ ശൗലിനോട് ദൈവം പറഞ്ഞ അതേ വാക്യം തന്നെ ദൈവം നമ്മളോട് പറയും. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നത് പോലെ, എൽദോസെ എൽദോസെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നീ ആരാന്ന് ചോദിച്ചാൽ അതിന് മറുപടിയും കിട്ടും. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് ഉള്ള മറുപടി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വശം കൂടെ അതിനകത്ത് ഉണ്ട്. അത് കേട്ടതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത്, കർത്താവെ എന്നവൻ ചോദിച്ചത്, നീ എഴുന്നേറ്റ്, അതിനുശേഷം ശൗലിനോട് കർത്താവ് പറയുകയാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അപ്പോ ശൗലിന് പിന്നീട് യേശുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ്. നീ എഴുന്നേറ്റ് ദമസ്കോസിലെ പട്ടണത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നു. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പിന്നെ അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, പക്ഷെ യേശുവിനെ കണ്ടോ? യേശുവിനെ അവരാരും കാണുന്നില്ല. പൗലോസ്ലീഹ മാത്രമാണ് ഈ വിവരിക്കാൻ കഴിയാത്ത പ്രകാശത്തിൽ യേശുവിനെ കാണുന്നു, യേശുവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ അവരാരും കാണുന്നില്ല. അവർ ശബ്ദം കേട്ടു പക്ഷെ കണ്ടിട്ടില്ല. അങ്ങനെ അത് കേട്ട് അതിന്റെ ഒരു മരവിപ്പോടുകൂടെ അവര് നിൽക്കുകയാണ്. ശൗല് നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറേ ഒന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതായത് ബാഹ്യമായ കാഴ്ച അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതുവരെ നല്ല കാഴ്ച ശക്തിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. 9-ാമത്തെ വാക്യം, അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അപ്പോ ദമസ്കോസിൽ ചെന്നു. എവിടെയാണ് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നതെന്നൊന്നും അറിയില്ല. അദ്ദേഹത്തിന് 3 ദിവസം അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് താഴത്തേക്ക് നമ്മൾ ഇനി മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ അറിയാം. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് താഴെ അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന് കർത്താവ് സ്വപ്നത്തിൽ ഒരു ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് അനന്യാസിനോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. അനന്യാസെ എന്ന് വിളിക്കുമ്പോൾ കർത്താവെ അടിയൻ ഇതാ എന്ന് അദ്ദേഹം മറുപടി പറയുകയും കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. ഇതാരാ പറയുന്നേ? യേശു തന്നെ പറയുകയാണ്. അവൻ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് വെറും ഒരു പ്രാർത്ഥനയാണോ? ആണോ? ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പേരുണ്ട്, ആർക്കെങ്കിലും പറയാമോ? 3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, വെറും പ്രാർത്ഥനയല്ല, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. അപ്പോ ഇനി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിതം പരിപൂർണമായിട്ടും സമർപ്പിച്ചതിന്റെ ഒരു സൂചന കൂടെയാണ് അദ്ദേഹം ശരീരത്തിന് വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളമൊക്കെ നിഷേധിച്ച് ദൈവ ശബ്ദത്തിന് വേണ്ടി പരിപൂർണമായിട്ടും സമർപ്പിച്ച് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. അതെന്ന് വെച്ചാൽ ദൈവം ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ പറ്റും ഉപവാസ പ്രാർത്ഥനയിൽ. എനിക്ക് ദൈവത്തിന്റെ വലിയ കൃപയാൽ അങ്ങനെ 2-3 സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു കൂട്ടായ്മകളിലൊക്കെ ഇരിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ആദ്യത്തെ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ ഒരു ആന്റിയുടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. അപ്പൊ അവിടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി അവസാനം, ഞാൻ അതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് പ്രായം ചെന്ന ഒരു അമ്മച്ചി, പക്ഷെ നല്ല തേജസ് ഉള്ള ഒരു അമ്മച്ചി. അമ്മച്ചിയെ പറ്റി നല്ല അഭിപ്രായമാണ്. അപ്പൊ എൻ്റെ ആന്റിയൊക്കെ പറഞ്ഞ് വളരെ നിഷ്കളങ്കയായ നല്ലൊരു അമ്മച്ചിയാണ്. പ്രാർത്ഥനയും പള്ളിയും വചനവും വിശുദ്ധി ജീവിതവും ഒക്കെ ആയിട്ട് അങ്ങനെ മക്കൾക്കൊക്കെ നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പൊ ഈ അമ്മച്ചി ഏറ്റവും അവസാനം പറയുകയാണ്, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് വലിയൊരു
അഗ്നിനാളം ഇറങ്ങി വരുന്നത് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഓരോരുത്തര് അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെച്ചു. എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉപവാസ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. കാരണം ദൈവം ഇറങ്ങി വരും, മാലാഖമാർ ഇറങ്ങി വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ലും 10-ലും ഒക്കെ നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. ദാനിയേല് 3 ആഴ്ചത്തേക്ക് 21 ദിവസത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ, ഒരു നോമ്പെടുത്ത് ക്രമീകരിക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തമായ കരം വെളിപ്പെടും. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് പിന്നീട് അനന്യാസിനോട് ദൈവം തന്നെ പറയുകയാണ്, യേശു തന്നെ പറയുകയാണ്. 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 12-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷനകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ് കർത്താവെ, അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്ത് കണ്ടു എന്നാ? അതായത് ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്ത് ഇരിക്കുന്ന പൗലോസ് ശ്ലീഹ ഈ അനന്യാസ് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ്, അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്, കൽപ്പിച്ചു. അതായത് അനന്യാസ് ആ വീട്ടിലേക്ക്, യൂദായുടെ തർസോസുകാരനായ തർസോസുകാരനായ ശൗലിരിക്കുന്ന യൂദായുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അനന്യാസ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പൗലോസ് ശ്ലീഹ ദർശനത്തിൽ കാണുകയാണ്. അതായത് ബാഹ്യമായ കാഴ്ച നഷ്ടപ്പെട്ടവൻ, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടവൻ കാണുകയാണ്. ഇത് അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ, പേരടക്കം വെളിപ്പെടുകയാണ്. അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ എൻ്റെ അടുക്കൽ, യേശുവിന്റെ ഒരു ശിഷ്യൻ എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുമെന്ന് ആര് കാണുന്നു? നേരത്തെ അനന്യാസ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് യേശു പറയുക. അനന്യാസ് അതിന് ശേഷം പോകുന്നേ. യേശു പറയുന്നത് ഇത്, അതായത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശേഷമാണ് അനന്യാസ് എവിടെ പോകുന്നത്? അനന്യാസ് ഈ ശൗലിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അപ്പോ ഇതാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഈ പ്രാർത്ഥനയ്ക്കൊക്കെയുള്ള പ്രത്യേകത. ഇതാണ് നല്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അത് മാത്രമല്ല, ഈ ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ ഈ ബാഹ്യ മനുഷ്യന്റെ ആഗ്രഹങ്ങളോടൊക്കെ നോ പറയുന്ന ഒരു സാഹചര്യമാണ്. അതായത് ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയും ആന്തരിക മനുഷ്യൻ ബലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ഇനി ഉപവാസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എനിക്കൊന്ന് കുറെ പേരെങ്കിലും 50-60 കഴിഞ്ഞവരെ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുമെന്നൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇപ്പോ ഈ ദാനിയേൽ 10 എടുത്ത് വായിക്കുമ്പോ ദാനിയേൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം ആ ഉപവാസം എടുക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, അത് ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് ഭക്ഷണം, അല്ലാത്ത ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കഴിച്ച് അങ്ങനെ ഉപവാസം എടുക്കുന്ന രീതിയുണ്ട്. അപ്പൊ അതിനെ ഓർത്തൊന്നും ആരും ഭാരപ്പെടരുത്. ഇനി ആരോഗ്യം അനുവദിക്കുന്നവര് 3 ദിവസമൊക്കെ എടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്തൊക്കെ നന്നായിട്ട് കുമ്പസാരിക്കുകയും ചെയ്യണം. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടൊക്കെ ഒരു 3 ദിവസം നന്നായിട്ട് ഉപവാസ പ്രാർത്ഥനയൊക്കെ എടുത്ത് ഇരിക്കണം. പാട്ട് പാടി ദൈവത്തെ ആരാധിക്കണം. പിന്നെ വചനം വായിക്കണം, വചനം കേൾക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കണം. എന്നിട്ട് ഒരു ഇങ്ങനെയുള്ളൊരു ആത്മാവിലുള്ള ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടി ഇരുത്തി ഒരു 3 ദിവസം നടത്തി നോക്കി. ഭയങ്കര എഫക്റ്റീവാണ്. അവിടെ സാത്താൻ അവിടെ നിൽക്കാൻ പറ്റില്ല സാത്താന്. കാരണം ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ്. ആ വീട്ടിൽ നിന്ന് അന്ധകാരം ഓടി അകലും. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ പവറാണ് ഈ കാണിക്കുന്നത്. അതായത് ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചാൽ ആന്തരിക മനുഷ്യൻ ബലപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സെമിനാരി പഠിച്ച സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, ബുധനാഴ്ച രാവിലെ ഒന്നും കിട്ടില്ല,
വെള്ളിയാഴ്ച രാവിലെ ഒന്നും കിട്ടില്ല. അതേപോലെ തന്നെ നോമ്പ് തുടങ്ങിയ ആ സമയങ്ങളിലും ഉച്ചവരെ ഒന്നും തരില്ല. അപ്പൊ അങ്ങനെ പിന്നെ രോഗികൾ അല്ലെങ്കിൽ രോഗമൊക്കെ അഭിനയിച്ച് ചെന്ന് പോയി കഴിക്കണം. പിന്നെ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് പട്ടിണി ഇരിക്കേണ്ട സാഹചര്യങ്ങൾ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇനി പോട്ടെ, ഞങ്ങൾ അച്ഛന്മാരാവാൻ പോകുന്നവരൊക്കെയാണ് ഇങ്ങനെ ആവണം. പക്ഷെ ഈ സാധാരണക്കാരായ ആളുകള് ഇപ്പൊ ഈ നമ്മുടെ സഭയിൽ എന്തുമാത്രം നോമ്പാ. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു, ഇനിയിപ്പോ ഓഗസ്റ്റ് 1 to 15 നോമ്പാണ്. സെപ്റ്റംബറിലും 1 to 8, അത് ആനുകൂലികം അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന നോമ്പാണ്. പിന്നെ ഡിസംബറിൽ നോമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ഏതാണ്ട് പകുതിയോളം ദിവസങ്ങൾ ഈ നോമ്പ് ദിവസങ്ങളാണ്. ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നീട് ബുധൻ വെള്ളി ദിവസങ്ങൾ, പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ബുധൻ വെള്ളി ഈ നാളുകളിലൊക്കെ എന്താണ്, നോമ്പ് ദിവസങ്ങളാണ്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തിനാ ഇങ്ങനെ ജനത്തെ ഇതുപോലെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് പണിയെടുക്കണ്ടേ? അവര് നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനമല്ലേ? പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ ജീവിക്കുന്നവർ, അവര് കഷ്ടപ്പെടേണ്ടവരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോ പിന്നെ ഇതൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബാഹ്യ മനുഷ്യൻ അങ്ങനെ പുഷ്ടിപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആന്തരിക മനുഷ്യൻ പ്രബലപ്പെടില്ല. ബാഹ്യ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ദുഷ്ടവികാരങ്ങളും കീഴടക്കപ്പെടുമ്പോ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഈ യേശു എന്തിനാ മരുഭൂമിയിൽ പോയി 40 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നത്? യേശുവിലെ ബാഹ്യ മനുഷ്യനെ, ആ മനുഷ്യന്റെ എല്ലാ ഈ ലോക മോഹങ്ങളോടും വിട പറയാനും യേശുവിലെ ആന്തരിക മനുഷ്യനെ അല്ലെങ്കിൽ യേശുവിലെ ദൈവത്വത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ യോഹന്നാൻ സ്നാപകനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം എന്തുമാത്രം കഴിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം ആകെ ജീവിതത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് പറയാൻ പറ്റും? വെട്ടുക്കിളിയും തേനും. വെട്ടുക്കിളി എന്താ? ഏതോ സസ്യത്തിന്റെ ഇതാണെന്നാ പറയുന്നത്. ചെറുതായിട്ട് വെട്ടുക്കിളി എന്ന് പറയുന്നത് ഒരു പയറുവർഗമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ബീൻസ് പോലെയുള്ള ഒരു പയറുവർഗമാണ്. അപ്പോ ആ പയറുവർഗവും കാട്ടുതേനും മാത്രം കഴിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ തന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷ ആരംഭത്തിൽ എഴുതി വെക്കുന്നത്. അത് മാത്രമാണ് ആ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതുകൊണ്ടാണ് നോക്കിയാൽ മതി, ഈ യോഹന്നാൻ സ്നാപകനിൽ അദ്ദേഹത്തിന്റെ ശാരീരികതയിൽ ഒരു തിന്മയും ആർക്കും അദ്ദേഹത്തെ പറ്റി പറയാനായിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ജനത്തിനെല്ലാം ഹൃദയത്തിന് ഭയങ്കര കുത്തുകൊള്ളുകയാണ്. അവരെല്ലാം പരീശന്മാരും അതുപോലെ തന്നെ പാപത്തിൽ മുഴുകി ജീവിച്ച ജനമല്ല യോർദാന്റെ കരയിലേക്ക് വന്ന് അവരൊന്നടങ്കം അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ മനുഷ്യന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് അവര് സ്നാനം സ്വീകരിക്കാനായിട്ട് വരും, മാനസാന്തര സ്നാനം സ്വീകരിക്കാൻ വരും. അപ്പോഴാണ് സർപ്പസന്തതികളെ എന്നൊക്കെ, അതായത് സാത്താന്റെ മക്കളെ, ആസന്നമായ നാശം നിങ്ങളോട് ആരാണ് പ്രഘോഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് ആ ജനത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക മനുഷ്യനെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടേയില്ല. ഈ ലോക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിന്റെ ഒരു കാര്യത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. നല്ലൊരു വസ്ത്രമല്ല, ഒട്ടകത്തിന്റെ ഒരു തോല് കൊണ്ടുള്ളൊരു വസ്ത്രം. അതേപോലെ തന്നെ ഭക്ഷണം, അതായത് ഒരു നോൺ വെജും കഴിക്കുന്നില്ല, അതുപോലെ ഇഷ്ടമുള്ള ഒരു സാധനവും കഴിക്കുന്നില്ല, ആകെ വെട്ടുക്കിളിയും കാട്ടുതേനും. അങ്ങനെയുള്ള ഒരു രീതി മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ വായിലൂടെ വരുന്ന വാക്കുകൾക്കെല്ലാം വാളിന്റെ മൂർച്ചയും അതുപോലെ തന്നെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ പൊള്ളിപ്പിക്കുന്ന തീ പോലെയുള്ള അനുഭവങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കാരണം ആന്തരിക മനുഷ്യൻ അങ്ങ് പ്രബലപ്പെട്ട് നിന്നുകൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഉപവാസം എടുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയും
ആന്തരിക മനുഷ്യൻ പ്രബലപ്പെടുകയും ചെയ്യും. ഇനി താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്കിത് ഈ ഇദ്ദേഹത്തിന്റെ പൗലോസ്ലീഹയുടെ ജീവിതത്തെ തന്നെ അതിനെപ്പറ്റി ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, നമ്മളൊന്ന് ഓവർകം ചെയ്തൊന്ന് വായിക്കുകയാണ്. 22-ാമത്തെ വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. കണ്ടോ, ശൗലോ മേൽക്ക് മേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ഇതെന്ത് ശക്തിയാ? അതായത് ബൂസ്റ്റും അതുപോലെ ഹോർലിക്സും കഴിച്ചിട്ടുണ്ടാക്കുന്ന ശക്തിയാണോ? അല്ലെങ്കിൽ നമ്മുടെ പോത്തിന്റെ കരളും അങ്ങനെ വല്ലതും കഴിച്ചിട്ടുള്ള ശക്തിയാണോ? അല്ല. ഇത് പിന്നീടും അദ്ദേഹം ഉപവാസം എടുത്ത് ഭയങ്കരമായിട്ട് ത്യാഗം എടുത്ത് പരിത്യാഗം എടുത്ത് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. യഹൂദന്മാരെ കൊല്ലാൻ വന്നവൻ ഇപ്പൊ എന്തായി? യഹൂദന്മാരെ യേശുവാണ് കർത്താവെന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയാണ്. എന്തൊരു വ്യത്യാസം പ്രിയപ്പെട്ടവർ! ഇതാണ് യേശുവിനെ കണ്ടാൽ ഉള്ള ജീവിതത്തിൽ വരുന്ന വ്യത്യാസം. ഈ പകലും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം യേശുവിനെ കണ്ടാൽ ജീവിതത്തിന് വരും. അതായത് ഇരുട്ട് നിറഞ്ഞൊരു ജീവിതം യേശുവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താണ്? പിന്നീട് അങ്ങോട്ട് വലിയ വെളിച്ചത്തിന്റെ ഒരു ജീവിതമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് യേശുവിലേക്ക് നോക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ വാക്യം വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യം, 2-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കോ അവരുടെ കുറവുകളിലേക്കോ നമ്മുടെ ബലഹീനതകളിലേക്കോ നമ്മുടെ കുറവുകളിലേക്കോ അല്ല. എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന, നമുക്ക് വേണ്ടി ഇപ്പോഴും അവന്റെ രക്തം ചീന്തി ഇന്നും ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ നാളെ വിശുദ്ധ ബലിയിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിലേക്ക് നോക്കുക, വചനത്തിലുള്ള യേശുവിലേക്ക് നോക്കുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ചിലപ്പോൾ ഭക്ഷണം ഇല്ലാത്തവരായിരിക്കാം, രോഗികളായിരിക്കാം, പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കാം. അവരിൽ ആരാളുടെ? യേശു തന്നെ പറഞ്ഞു, ഈ ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത്. അപ്പോ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് സഹായഹസ്തങ്ങൾ എത്തിക്കുമ്പോൾ അത് യേശുവിലേക്കുള്ള ഒരു നോട്ടാണ്. അങ്ങനെ യേശുവിനെ നോക്കി മേൽക്ക് മേൽ ശക്തി പ്രാപിച്ച് ജീവിക്കേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. ശൗല് പൗലോസായി തീരുന്നത് പോലെ. അതായത് ഈ ശൗൽ എന്ന് പറഞ്ഞാൽ അത് ഈ ബാഹ്യ മനുഷ്യനാണ്. പൗലോസ് എന്ന് പറഞ്ഞാൽ ആന്തരിക മനുഷ്യനാണ്. അപ്പൊ നമ്മളിലൊക്കെ എന്തുണ്ട്? നമ്മളിലൊക്കെ പൗലോസും ഉണ്ട്, ശൗലും ഉണ്ട്. ഇതിൽ ഏതാണ് പ്രബലപ്പെട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കണം. അതായത് എന്നിൽ ശൗലാണോ കൂടി നിൽക്കുന്നത്, അതോ പൗലോസ് ആണോ എന്നിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ചു കൊണ്ടിരിക്കണം. അത് ധ്യാനിക്കണം. അത് ശൗലാണെങ്കിൽ ശൗലിനെ താഴത്തേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് ആരെ ഉയർത്തി കൊണ്ടുവരണം? പൗലോസിനെ ഉയർത്തി കൊണ്ടുവരണം. അങ്ങനെ ദൈവകൃപ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. 13-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ? 16 വരെ വായിച്ച്. അതിനു അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്കു എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരുഷന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതായത് അനനിയാസ് ഇത് കേൾക്കുമ്പോ, കർത്താവ് അനനിയാസിന് സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ഇത് വെളിപ്പെടുത്തുമ്പോ അനനിയാസിന് ഭയങ്കര ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. കാരണം യെരൂശലേമിലും തുടർന്ന് ഇപ്പൊ ദമസ്കോസിലും കടന്നു വന്ന് ക്രിസ്ത്യാനികളെ മുച്ചൂടം നശിപ്പിക്കാനായിട്ടുള്ള അധികാരപത്രവുമായിട്ട് കടന്നു വന്ന വ്യക്തിയാണ് ശൗല്. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലാനാണ് യേശു പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുകയാണ്, കർത്താവെ, അവൻ എൻ്റെ
ഇങ്ങനെ നിന്റെ ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു അത് പിന്നീട് വ്യക്തമാക്കുകയാണ്. കർത്താവ് അവനോട്, നീ പോവുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. അപ്പൊ കണ്ടോ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ? ഇതെന്തുകൊണ്ടോ ദൈവം ഈ ശൗലിനെ തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശൗലിനെ ഇദ്ദേഹം പൗലോസാക്കിയ ഒരു വ്യക്തി, അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ, ശൗലിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ശൗലിന്റെ മറ്റെല്ലാ വശവും നീറ്റാണ്. അദ്ദേഹത്തെ പറ്റി ഒരു കാപട്യമുള്ളൊരു മനുഷ്യനാണെന്ന് പറയുന്നില്ല. ശൗലിനെ പറ്റി മറ്റൊരു മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ മതം, യഹൂദ മതത്തിന് വിരോധമായിട്ട് വരുമ്പോൾ, അതായത് ദൈവത്തോടുള്ള ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, ആ ഒരു എരിവാണ് ആരിലുണ്ടായിരുന്നത്, ശൗലിലുണ്ടായിരുന്നത്. അതായത് എൻ്റെ മതത്തെ, എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന പുതിയ പഠിപ്പിക്കലുകളും പുതിയ രീതികളും കടന്നു വന്നതിനെതിരായിട്ട് ഞാൻ പോരാടുമെന്നുള്ള ചിന്താഗതി, ശരിക്കും അതൊരു തെറ്റായ ബോധത്തിൽ നിന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അത് ദൈവം ഇവിടെ തിരുത്തി കൊടുക്കുകയാണ്. ശരിയായ ഒരു ദിശ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ പരിപൂർണമായിട്ടും ആ വഴിയിലേക്ക് തിരിയുകയാണ്. തൻ്റെ പഴയ ജീവിത രീതികളിലോടൊക്കെ നോ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പുതിയ വഴിയിലേക്ക് തിരിയുകയാണ്. അപ്പൊ ദൈവത്തിന് അറിയാം, ഇവൻ ഒരു വെളിപ്പെടുത്തൽ കൊടുത്താൽ രൂപാന്തരം വരാൻ സാധ്യതയുള്ളവനാണെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് കർത്താവ് അവൻ ഈ വെളിപ്പെടുത്തൽ നൽകുന്നതും. അത് മാത്രമല്ല, പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ അവൻ എൻ്റെ നാമം ജാതികൾക്കും, ജാതികളുടെ അപ്പോസ്തലനാണ്, രാജാക്കന്മാർക്കും, പല രാജാക്കന്മാരുടെയും മുമ്പാകെ നിന്ന് ന്യായവിസ്താരത്തിന്റെ മധ്യേ നിന്ന് യേശുവിനെ പറ്റി ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും കൂടാതെ വളരെ വ്യക്തമായിട്ട് പ്രഘോഷിക്കുന്ന ഫെലിക്സിന്റെ ഒക്കെ മുമ്പാകെ നിന്ന് നന്നായിട്ട് യേശുവിനെ പറ്റി പ്രഘോഷിക്കുന്ന പൗലോസ് ശ്ലീഹായെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നീട് ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. പിന്നീട് യഹൂദന്മാരുടെ ഇടയിലും ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. 16-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ എന്തുണ്ട്? തീർച്ചയായിട്ടും സഹനമുണ്ട്. യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ കുരിശുണ്ട്. അതുകൊണ്ട് യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. കുരിശ് മാറ്റി വെച്ചിട്ട് യേശുവിന്റെ പുറകെ പോകാമെന്ന് ആരും വിചാരിക്കരുത്. വിചാരിച്ചാൽ അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ? ഗുണമില്ല. കുരിശെടുത്ത് ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം. ആ കുരിശ് ഒരുപക്ഷെ നമ്മുടെ അമിതമായ കോപമായിരിക്കാം. ആ കോപം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മുടെ പണത്തോടുള്ള അമിതമായ ആർത്തി ആയിരിക്കാം, അത് ഉപേക്ഷിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ ഈ കുറ്റം പറയുന്നതോ ദൂഷണം നടത്തുന്നതോ കുറ്റാരോപണം നടത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളാവാം. അതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അതെന്താണ്? നമുക്കൊരു ഭാരമാണിത്. അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോകണം. അപ്പൊ ബാഹ്യമായ രീതിയിലും നമുക്ക് തീർച്ചയായിട്ടും സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ സഹനങ്ങളുടെ മധ്യേ ദൈവം വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ശക്തിയും ആത്മാവിലൂടെ നമുക്ക് നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 17-ാമത്തെ വാക്യം, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ചവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പോ അനന്യാസ് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ബാഹ്യമായ കാഴ്ചയും അദ്ദേഹത്തിന് കിട്ടി. പിന്നീട് എന്താ ചെയ്യുന്നത്? നേരെ സ്നാനമേൽക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ ആലയമായി രൂപാന്തരപ്പെടുകയും സഭയുടെ അംഗമായി തീരുകയും പൗലോസ് ശൗൽ എന്ന നാമധേയം സ്വീകരിച്ച് അദ്ദേഹം സഭയുടെ അംഗമായി തീരുകയും ചെയ്യുകയാണ്. അതിനുശേഷം
ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ആഹാരം കൈക്കൊണ്ട് എന്ത് പ്രാപിച്ചു എന്ന് എഴുതുന്നത്? ബലം പ്രാപിച്ചു. അതിനുശേഷം താഴത്തേക്ക് വായിക്കുമ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത് ശക്തിയല്ല, ബലം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ബലം വേണം വേണ്ട എന്നല്ല, ജീവിച്ചിരിക്കാനുള്ള ബലം, അതിനുള്ള ഭക്ഷണം കഴിക്കണം. അമിത ഭക്ഷണം പാപമാണെന്നൊക്കെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയാൻ നമ്മൾ ഈ പൗലോസ്ലീഹ അവലംബിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. 19 മുതൽ 22 വരെ ഒന്ന് വായിച്ചേ. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചും കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്യുവാൻ ഇവനല്ലയോ ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനാണല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. 25 വരെ വായിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. മതി. ഇത് കണ്ടോ, ശൗല് എന്നൊരു വ്യക്തി യേശുവിൻ്റെതായി തീരുമ്പോ അതുവരെ ഇല്ലാത്തൊരു പ്രവണത ഉണ്ടാവുകയാണ്. അതായത് കുറെ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. യഹൂദന്മാർ ഒരു കാലഘട്ടം മുഴുവനും ഓശാന പാടി പൊക്കി പിടിച്ച് നടന്ന മനുഷ്യനാണ്. ഇപ്പൊ എന്തായി? അവനെ കൊല്ലാൻ നോക്കി നടക്കുകയാണ്. കാരണം എന്താണ്? അവൻ യേശുവിൻ്റെതായി തീർന്നു. അപ്പൊ അതാണ് ഈ ലോകത്തിൻ്റെതായി ജീവിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ യേശുവിൻ്റെതായി തീരുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ക്ലേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് ഒരു മഹാപുരോഹിത പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 16, 17, 18 ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ക്ലേശങ്ങളുണ്ട്, പക്ഷേ ഈ ക്ലേശങ്ങളൊക്കെ അതിജീവിച്ചവനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവിനെ അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് കണ്ടോ എത്ര പെട്ടെന്നാണ് ഈ ഒരു പിക്ചർ മാറുന്നത്. അതായത് അതുവരെ ശൗൽ എന്നൊരു മനുഷ്യൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും അംഗീകാരവും സ്നേഹവും കരുതലും ചുറ്റും ആരവാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്തായി? അദ്ദേഹം അത് മാറി മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിയുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് സ്തേപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിന്ന ആ രീതിയിലായിപ്പോ ഇവനെ കൊല്ലാനായിട്ട് പതിയിരിപ്പുകളൊക്കെ ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് അത് പല ആവർത്തി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്തായി? ചില വഴികളിലൂടെ ദൈവം കടത്തിവിടാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. അതിനുശേഷം 26 മുതൽ അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. കാരണം യെരുശലേമിൽ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികളെ നിഷ്കരുണം ഉപദ്രവിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ അവര് ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികൾ ശിഷ്യന്മാർ, അതാണ് ക്രിസ്ത്യാനികൾ, അവര് ഈ പൗലോസിന്റെ മാനസാന്തരത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അവര് ശിഷ്യൻ എന്ന നിലയിൽ അവരുടെ കൂടെ ചേർക്കാനായിട്ടും മടിക്കുകയാണ്, പേടിക്കുകയാണ്. പക്ഷെ ബർണ്ണബാസോ, നേരത്തെ മാനസാന്തരപ്പെട്ട ബർണ്ണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതെല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവനെ കൊല്ലുവാൻ വട്ടം കൂടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. അതായത് ജന്മനാട്ടിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടുകയാണ്. എന്നിട്ട് പിന്നീട് 31-ാമത്തെ വാക്യം, അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകയും കൊണ്ടിരുന്നു. അതോടുകൂടെ പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിന്റെയും പ്രവർത്തനങ്ങളെയൊക്കെ അവിടെ
ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ നിർത്തിയിട്ട് പിന്നീട് പത്രോസ് സ്ലീഹായിലേക്ക് പ്രവേശിക്കുകയാണ്. 32-ാമത്തെ വാക്യം. ഇനി കുറച്ച് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു 1-2 അധ്യായങ്ങൾ അപ്പോസ്തലനായ പത്രോസ് സ്ലീഹായുടെ പ്രവർത്തികളെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട്, അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 32 മുതൽ 35 വരെ ഒന്ന് വായിച്ചേ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ടു കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. മതി. അതായത് ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. അപ്പൊ ഈ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലെ സഭയിലെ എല്ലാ വിശ്വാസികളെയും വിശുദ്ധരെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ സഭയുടെ ഉള്ളിൽ പിന്നെന്താ സംഭവിക്കുന്നത് അറിയാലോ. ഒത്തിരി മലിനമുള്ള ആളുകളൊക്കെ കയറി അശുദ്ധി കൊണ്ട് നിറയാനായിട്ട് ഇടയായി. ആദ്യ കാലഘട്ടങ്ങളിൽ കറകളഞ്ഞ വിശ്വാസികളായിരുന്നു. യേശുവിന് വേണ്ടി സ്വന്തം രക്തം ചീന്താൻ ഒരു മടിയില്ലാത്ത ആളുകളായിരുന്നു. ദ്രവ്യാഗ്രഹമോ അല്ലെങ്കിൽ ജഡീക തിന്മകളോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ആയിരുന്നില്ല. അവരെല്ലാം ശരിക്കും പരിപൂർണ വിശുദ്ധിയിൽ ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വിശേഷിപ്പിച്ചിരുന്നത് ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കിലേക്ക് ചെന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നീട് അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായിട്ട് കിടക്കുന്ന ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ പത്രോസ് സ്ലീഹ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്, സുഖപ്പെടുത്തുകയാണ്. പിന്നീട് 36 മുതലുള്ള വാക്യങ്ങളിൽ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അപ്പോൾ തബീത എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്. യോപ്പായിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവളെ പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നത്? 37-ാമത്തെ വാക്യം. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. അപ്പൊ നല്ല ജീവിതമായിരുന്നു. പക്ഷെ എന്തായി? പെട്ടെന്ന് മരണം സംഭവിച്ചു. വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ ഇതൊന്നും ആർക്കും ഈ അവിടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ താങ്ങാനോ കഴിയുന്നില്ല. അവരെല്ലാം ഈ ഭൗതിക ശരീരത്തിന് ചുറ്റും ഇരുന്ന് വല്ലാതെ വേദനയോടുകൂടെ കരയുകയും അതോടൊപ്പം തന്നെ പത്രോസ് സ്ലീഹ തൊട്ടടുത്ത ഗ്രാമത്തിലുണ്ട് എന്ന് അറിയുമ്പോൾ 2 പേരെ അങ്ങോട്ട് വിട്ട് പത്രോസ് സ്ലീഹായെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. കൊണ്ടുവന്നിട്ട് പത്രോസ് സ്ലീഹായോട് അവരിങ്ങനെ പറയുകയാണ്. അവന്റെ അടുക്കൽ അയച്ച പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്ത് ഇറക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതായെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണ് തുറന്നു. പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്തവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ചവരെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പായിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ ഇവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ തബീത എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. പക്ഷെ നിങ്ങളത് ആലോചിച്ച് നോക്കുക, ദേശത്ത് എന്തുമാത്രം മരണങ്ങൾ ഒരുപക്ഷെ ചുറ്റുപാടുകളിൽ നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരു വ്യക്തി മാത്രമാണ് അവിടെ ഉദ്ധാനം ചെയ്യുന്നത്, മരണത്തിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് പ്രവേശിച്ചു വരുന്നത്. 41-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 41-ാം സങ്കീർത്തനം അതിന്റെ തുടക്കത്തിൽ ഒരു ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ വായിക്കാമോ? 41-ാം സങ്കീർത്തനം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ നിന്ന് കർത്താവ് അവനെ സൂക്ഷിക്കും. പിന്നെ എന്താ അടുത്തത്? യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും.
യഹോവ അവൻ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അങ്ങനെ അവന്റെ താഴത്തേക്ക് ശത്രുക്കൾ വായിക്കുമ്പോൾ അവന്റെ ഭാഗ്യാവസ്ഥകളെ പറ്റിയാണ് പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഈ തബീതായെ പറ്റി പറയുന്നത് അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. കണ്ടോ, എളിയവരെ ആദരിച്ച് ജീവിച്ചവളായിരുന്നു. ഇപ്പൊ കണ്ടോ, ഒരു വലിയ പ്രതിസന്ധി, മരണം പോലും വന്നു കഴിയുമ്പോൾ അതിൽ പോലും ദൈവത്തിന്റെ ഒരു സഹായഹസ്തം ആർക്ക് ലഭിക്കുകയാണ്? തബീത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇത് വെളിപ്പെടുത്തുന്നത് ഇത് നല്ല സൽപ്രവർത്തികളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന, ദൈവവചനം പാലിച്ച് ജീവിക്കുന്ന ജീവിതത്തിന്റെ അന്ത്യം യേശു അവരെ കൈപിടിച്ചു ഉയർത്തി തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടെയാണ് ഈ തബീതായുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 43. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. കണ്ടോ, ഈ തോൽക്കൊല്ലനായ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് വേദപുസ്തകത്തിൽ വന്നതിന്റെ കാരണം എന്താണ്? തോൽക്കൊല്ലനായ ശീമോൻ, അദ്ദേഹം വേറെ വലിയ പ്രവർത്തികളൊന്നും ചെയ്തതായിട്ടൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. വല്ലതുണ്ടോ? അദ്ദേഹത്തെ പറ്റി വേറെ എന്തെങ്കിലും വിവരണങ്ങളുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് എവിടെയുണ്ട്? വേദപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ട്. യേശുവിന്റെ ഹൃദയത്തിൽ ഇടം നേടിയൊരു വ്യക്തിയാണ് ആര്? തോൽക്കൊല്ലനായ ശീമോൻ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അതായത് പത്രോസ്ലീഹായിക്ക് അപ്പൊ വീടുണ്ടോ? വീടില്ല. നേരത്തിന് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ ഭാര്യയോ മക്കളോ ആരും കൂടെയില്ല. ഈ മനുഷ്യൻ ദൈവത്തെ പ്രതി എരിവോടുകൂടെ ദേശങ്ങൾ തോറും ചെന്ന് വചനം പ്രഘോഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലണം, അവരവിടെ നിങ്ങൾക്ക് താമസം സൗകര്യം തന്നു കഴിഞ്ഞാൽ ആ വീട് വിട്ടുപോകാതെ അവിടെ നിന്ന് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കൊണ്ട് അത് ഇവിടെ പത്രോസ്ലീഹ ചെയ്യുകയാണ്. ഈ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ കുറെ കാലം ഇവിടെ കുറച്ചു നാൾ ഇവിടെ താമസിക്കട്ടെ. അപ്പൊ ആ മനുഷ്യൻ അന്ന് നിരസിച്ചായിരുന്നെങ്കിൽ വേറെ ആരുടെങ്കിലും പേര് എവിടെ വന്നേനെ? ഇവിടെ ഈ ഭാഗത്ത് വന്നേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ ഇടം നേടാനായിട്ട് ഇടയായി തീരുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ വചനഭാഗം അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാപന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ഇന്നത്തെ വേദപഠന ശുശ്രൂഷ അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹങ്ങളും കൃപകളും വലിയ അഭിഷേകവും ഒക്കെ തന്ന് ദൈവമേ ആദിമ സഭയെ നയിച്ചതുപോലെ ഈ അന്തിമ കാലഘട്ടത്തിലെ സഭയിലെ അംഗങ്ങളായി ഞങ്ങളെല്ലാം അവിടുന്ന് നയിക്കണമേ. അവിടുത്തെ തിരുവചനത്തോടുള്ള ആഭിമുഖ്യവും സ്നേഹവും ദാഹവും ദൈവമേ, അതിനോടുള്ളൊരു എരിവും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് പകർന്നു തരണമേ. ദൈവമേ, ഞങ്ങളിൽ ശൗലിൻ്റെതായ ഒത്തിരി അംശങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പൗലോസിൻ്റെതായ കുറെ അംശങ്ങളുണ്ട്. ദൈവമേ, ശൗലിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളെയും ഉപേക്ഷിക്കാനും പൗലോസിൻ്റെതായിട്ടുള്ളതെല്ലാം സ്വീകരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചപ്പോൾ ആന്തരിക മനുഷ്യൻ പ്രബലപ്പെടുവാൻ ഇടയായി തീർന്നുവെന്ന് ഇന്നത്തെ വചന പഠനത്തിലൂടെ ദൈവമേ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കർത്താവെ, ആ ഒരു ബോധ്യം തന്നതിന് നന്ദി. ബാഹ്യ മനുഷ്യനേക്കാൾ ഉപരി ആന്തരിക മനുഷ്യനെ സ്നേഹിക്കാനും കരുതാനും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആത്മാവിൽ നിറയാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചന പഠന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗപീഠകളും മറ്റുള്ള എല്ലാ ആവലാദികളും കർത്താവെ അവിടുന്ന് കാണുകയും സൗഖ്യവും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വന്ന എല്ലാവരോടും മനസ്സലിവ് തോന്നി എന്ന് കർത്താവെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ വചനത്തിന് വേണ്ടി ദാഹത്തോടെ ആയിരിക്കുന്ന
ഈ മക്കളോടും അങ്ങ് മനസ്സലിവ് കാണിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ ബലഹീനതകളെയും ഇവരുടെ ജീവിതത്തിലെ പാപ അവസ്ഥകളെയും എല്ലാം അതിജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഇവരെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ശുശ്രൂഷകളിലേക്ക്, വചന ശുശ്രൂഷകളിലേക്കെല്ലാം എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ആകർഷിച്ച് വരുത്തണമേ. നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, മോർഗീവറീ സഹതായ പരിശുദ്ധനായ പെരുമല തിരുമേനി, എൽദോമാർ ബസേലിയോസ് ബാവായ സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളും മാലാഖ വൃന്ദങ്ങളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അനുഗ്രഹകരമായ ഒരു ഉറക്കം, വിശ്രമം ഞങ്ങൾക്ക് നൽകി ദൈവമേ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.